ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ വികസനമല്ല വികസനമെന്ന് ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ. വികസനമെന്നാൽ ഹൃദയത്തിന്റെ വിശാലതയാണ്. എല്ലാവർക്കും വീടും കഴിക്കാൻ ഭക്ഷണവും കിട്ടിയാൽ വികസനമാകുമോ? പുതിയൊരു കേരളം വേണം, ശരിയാണ്. നല്ല റോഡുണ്ടായാൽ, നല്ല ഫ്ളാറ്റ് ഉണ്ടായാൽ, എല്ലാവർക്കും വീടും കഴിക്കാൻ ഭക്ഷണവും കിട്ടിയാൽ, ഈ പറയുന്ന ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായാൽ നവകേരളമാകുമോ? ഇല്ല, ഒരിക്കലും. ഭൗതിക ജീവിത സാഹചര്യങ്ങളല്ല വികസനം. വികസനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വിശാലതയാണ്. പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം ഹൃദയത്തിന്റെ ഭാഗമാണ്, അത് പ്രസംഗിച്ചു നടക്കാനുള്ളതല്ല. മതമൈത്രിയുടെയും മനുഷ്യത്വത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ശബരിമല അയ്യപ്പൻ. തിന്മയ്ക്കെതിരെ പോരാടിയ ചരിത്രമാണ് ശബരിമല അയ്യപ്പനുള്ളത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കേരളത്തിലെ വിശ്വാസ സങ്കല്പങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വിഷയം കേരളത്തിൽ ആളിക്കെത്തുമ്പോൾ കുമ്മനം രാജശേഖരനെ തിരികെ കേരളത്തിലെത്തിക്കാൻ നേരത്തെ തന്നെ നീക്കം ശക്തമായിരുന്നു. ബി.ജെ.പിക്കും സംഘപരിവാറിനും സമരത്തെ നയിക്കാൻ നല്ലൊരു നേതാവിന്റെ കുറവുണ്ടെന്നാണ് വിലയിരുത്തിയിരുന്നത്. ഇതാണ് കുമ്മനത്തെ എത്തിക്കാൻ ശ്രമിച്ചതും. നിലവിൽ മിസോറാം ഗവർണറാണ് കുമ്മനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കുമ്മനം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് അമിത്ഷാ വിലയിരുത്തുന്നു. സംസ്ഥാനത്തെ ഹൈന്ദവ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് കുമ്മനം. എന്നാൽ ഇപ്പോൾ നേതൃനിരയിലുള്ള ഒരാൾ പോലും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് സൂചന. കുമ്മനം കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ പാർട്ടിക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തുമായിരുന്നുവെന്ന് സംഘപരിവാർ സംഘടനകൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അയ്യപ്പ സേവാ സമാജത്തിന്റെ വാർഷിക യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തതും ഇവർ ചൂണ്ടിക്കാണിച്ചു. കുമ്മനം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പാർട്ടിക്കും ഹൈന്ദവ സംഘടനകൾക്കും ഊർജം പകരുമെന്നാണ് പ്രതിനിധികൾ കേന്ദ്ര നേതാക്കളെ അറിയിച്ചത്. അതേസമയം കേരളത്തിൽ പ്രവർത്തിക്കാനാണ് കുമ്മനത്തിനും താൽപര്യം. ഇക്കാര്യം സംസ്ഥാനത്തെ അടുപ്പമുള്ള നേതാക്കളെ അദ്ദേഹം അറിയിച്ചിരുന്നു. ശബരിമല പ്രശ്നത്തെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ട വിധത്തിൽ നേരിടാൻ കഴിഞ്ഞില്ലെന്ന പരാതികൾ ബി.ജെ.പിയിൽ തന്നെ ചേരിപ്പോരുകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കുമ്മനത്തെ തിരികെ കൊണ്ടുവരാൻ സംസ്ഥാന നേതാക്കൾ ചരടുവലികൾ ആരംഭിച്ചത്. ഹിന്ദു സംഘടനകളുമായി നല്ല ബന്ധം പുലർത്തുന്ന കുമ്മനത്തിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.